എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊന്ന് കൂടുവാൻ സാധിച്ചത് എന്ന് എനിക്ക് തോന്നിയത്, നമ്മളെ പല സ്ഥലത്തും വേദനിപ്പിക്കുന്ന അന്തരീക്ഷങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കൂടണമല്ലോ. നമുക്ക് ഒരുപാട് മഹാരഥന്മാരുണ്ട്, ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ട്, ആധ്യാത്മികമായ ആചാര്യന്മാരുണ്ട്. ഇതൊരു തീപ്പൊരിയാണ്. അടുത്ത വർഷം മുതൽ ഇതൊരു തീപ്പന്തമായി കത്തിപ്പടരാൻ പോവുകയാണ്. ഹിന്ദുവിന്റെ സംസ്കാരം എന്താണെന്ന് കാട്ടിക്കൊടുക്കുവാനുള്ള ഒരു ഫൗണ്ടേഷനാണെന്ന് നമ്മൾ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. മഹാമണ്ഡലേശ്വരന്റെ പാതാരവിന്ദങ്ങൾ നമിക്കുന്നു ഞാൻ. എത്രയെത്ര മഹാരഥന്മാർ, എത്രയെത്ര ആചാര്യന്മാർ അവരുടെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച്, എത്രയെത്ര സ്ത്രീകൾ, അമ്മ എത്ര ദിവസമായി ഉറങ്ങിയിട്ട് എത്രയോ പേരുടെ ഊണും ഉറക്കവും വിയർപ്പും രക്തവും എല്ലാം ഇവിടെ അമ്മയുടെ നാമങ്ങളായി മന്ത്രങ്ങളായി ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നു. ഈ വായു ശ്വസിച്ചാൽ പോലും പരമേശ്വരിയുടെ ആ ആധ്യാത്മിക മണ്ഡലത്തിലായി പോകും. നമ്മൾ ഒരു ലളിതാ സഹസ്രനാമം ചൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ പോലും കൊടാനുകൂടി ജനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചതാണ് ഞാൻ. എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂളും പള്ളിയും ആരാധനയും അച്ഛന്മാരുടെ കുർബാനയും പ്രസംഗവും സുവിശേഷവും ഒക്കെ കേട്ട് 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 തളമ്പിച്ചിരുന്ന ചൊരുകി ഒരു ഉണ്ണികൃഷ്ണൻ എന്ന മനുഷ്യന്റെ ഭാര്യയായി മാറിയപ്പോൾ ജാതി വ്യവസ്ഥയുടെ ഒരു പ്രശ്നക്കാരിയായി മാറിപ്പോകുമോ എന്നൊരു ജാള്യത എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ എന്നെ ഓരോ പടി അവിടെ നിന്നും ഉയർത്തിക്കൊണ്ട് വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നം നടന്നപ്പം അവിടുത്തെ ഒരു ദൈവജ്ഞൻ പറഞ്ഞു, നിങ്ങൾ ഈ വെള്ളിയാഴ്ച വിളക്ക് നാരങ്ങ വിളക്കുന്നൊരു സമ്പ്രദായം കേരളത്തിൻ്റെതല്ല, അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു സമ്പ്രദായമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ അമ്മ എന്ന് പറയുന്നത് ഭയങ്കര പുരാണ കാലത്തുണ്ടായിട്ടിരിക്കുന്ന ഒരു അമ്മയാണ്. കൊടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന അമ്മ. ആ അമ്മയ്ക്ക് ഇഷ്ടം ലളിതാ സഹസ്രനാമം ചൊല്ലി അമ്മയെ സ്തുതിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോ ലളിതാ സഹസ്രനാമം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ അമ്പലത്തിലെ ഒരു ഭക്തനൊരു ലളിതാ സഹസ്രനാമത്തിന്റെ ബുക്ക് വാങ്ങിച്ചു കൊണ്ട് തന്നു. കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ എഴുതിയ അതിന്റെ പരിഭാഷയൊക്കെ ഉണ്ടായിരുന്നൊരു ബുക്കാ സമ്പൂർണ്ണ ജാതകം. പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.